ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് സെമസ്റ്റർ FIUGP കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ MDC കോഴ്സായിട്ടുള്ള ഇൻസെക്ട് പെസ്റ്റ് മാനേജ്മെൻറ്റിൽ ഫസ്റ്റ് മൊഡ്യൂളാണ്. നമുക്കറിയാം എന്താണ് ഇൻസെക്റ്റ് എന്നും ഇൻസെക്റ്റ് ഏതെങ്കിലും തരത്തിൽ ഹാംഫുൾ ഇഫക്റ്റ് അനിമൽസിനോ അല്ലെങ്കിൽ പ്ലാന്റ്സിനോ വരുത്തുകയാണെങ്കിൽ അതിനെ പെസ്റ്റ് എന്നും നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പം മൊഡ്യൂൾ 1 നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇൻസെക്റ്റ് എന്നാൽ എന്താണ്, ഡെഫിനിഷൻ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ദെൻ ഒരു ഇൻസെക്ട് പെസ്റ്റിൻ്റെ എക്സാമ്പിൾസ്, കുറച്ച് എക്സാമ്പിൾസ്, ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് ഇൻസെക്ട് പെസ്റ്റ്. അതിൽ തന്നെ ക്ലാസിഫിക്കേഷന് വരുന്നുണ്ട്, ഇൻസെക്ട് പെസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇത് കടക്കാം. What is main overview of the session is what is insect, what is pest, and the concept of an insect pest. Then why pest status is relatively dynamic. And then next is classification. In classification, we have to learn zoological classification and based on feeding habit, based on hot range, based on damage status and habit. On the base of these components, the insect pests are classified into several types. Coming to the topic, that is definition of insect. എന്താണ് ഒരു ഇൻസെക്റ്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഇൻസെക്റ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാം കുറേ ഫൈലംസ് പഠിച്ചിട്ടുണ്ട്. സുവോളജി സ്റ്റുഡൻസ് ആണെങ്കിൽ അറിയാം, അല്ലെങ്കിൽ ബോട്ടണിക്കാർക്കായാലും +2 അല്ലെങ്കിൽ +1 തന്നെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടാവും. അതിൽ തന്നെ ഏറ്റവും വലിയ ഏറ്റവും പലതരത്തിലുള്ള വിവിധ തരത്തിലുള്ള അനിമൽസ് ഉൾപ്പെടുന്ന ലാർജസ്റ്റ് ഫൈലമാണ് ആർത്രോപോഡ എന്നത്. അതിൽ തന്നെ കുറേ ക്ലാസ്സസ് ഉണ്ട്. ആ ക്ലാസ്സിലൊരു മെയിൻ ക്ലാസ്സാണ് ഇൻസെക്റ്റ. അപ്പം ഫൈലം ആർത്രോപോഡയിലെ ക്ലാസ് ഇൻസെക്റ്റയിലാണ് ഇൻസെക്ട്സ് പെടുന്നത്. അപ്പം നമുക്ക് എവിടെ പോയാലും, ലോകത്തിൻ്റെ എവിടെ പോയാലും ആർത്രോപോഡയിൽ ഇൻസെക്റ്റ എന്ന ക്ലാസ്സിലുള്ള ആനിമൽസിനെ കാണാൻ പറ്റും. സോ ഇൻസെക്ട്സിനെ നമുക്ക് കോസ്മോപൊളിറ്റൻ ഇൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാൻ പറ്റും. ദെൻ ഒരു ഇൻസെക്റ്റിനെ നമ്മൾ അതിൻ്റെ ഇൻസെക്റ്റിൻ്റെ ബോഡിയെ നമുക്ക് 3 റീജിയനായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഇൻസെക്റ്റിൻ്റെ തലഭാഗം, അതായത് ഹെഡ്. ദെൻ അബ്ഡോമനും ഹെഡ് റീജിയനും മിഡിലായിട്ടുള്ള ഭാഗം തൊറാക്സ്. അപ്പം മെയിൻലി ബോഡി ഓഫ് ഇൻസെക്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3, ദറ്റ് ഈസ് ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. ദെൻ ഇതിൻ്റെ ലെഗ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ ടോട്ടൽ 6 ലെഗ്സ് ആണ്. ദറ്റ് ഈസ് പെയർഡ് 3 പെയേഴ്സ് ഓഫ് ലെഗ്സ് ഐദർ സൈഡിൽ ആയിട്ട് കാണുന്നുണ്ട്. പെയർഡ് ആയിട്ടുള്ള ലെഗ്സ് ആണ്, 3 പെയേഴ്സ് ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 6 ലെഗ്സ് ആണ്. ഈ ലെഗ്സുകളെല്ലാം തൊറാസിക് റീജിയനിലാണ് കാണുന്നത്, അതായത് തൊറാക്സുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് കാണുന്നത്. ഇത് കൂടാതെ ചില ഇൻസെക്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലൈ ചെയ്യുന്നുണ്ട്. ചിലത് പറക്കാത്തതാണ്, വിങ്സ് ഇല്ലാത്തതാണ്. അപ്പം 1 or 2 പെയേഴ്സ് ഓഫ് വിങ്സ് ഉള്ളതാണ് ചില ഇൻസെക്ട്സ്. ചിലതിൽ എന്തില്ല, വിങ്ലെസ് ആയിരിക്കും. ചിലതിൽ വിങ്സ് ഉണ്ടെങ്കിലും ദാറ്റ് ഇസ് റുഡിമെൻ്ററി എന്ന് പറഞ്ഞാൽ ഫങ്ഷൻലെസ് ആണ്, വേറെ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം ജനറലി ഒരു ഇൻസെക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുവാണെങ്കിൽ 1 or 2 പെയേഴ്സ് ഓഫ് വിങ്സ് ആൻഡ് എ ഫ്യൂ ആർ വിങ്ലെസ്. ദെൻ അടുത്തത് പറയാനുള്ളത്, ഇൻസെക്റ്റിന് എന്തുണ്ട്, ആൻറ്റിനയുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. കോക്രോച്ച്, നിങ്ങളെല്ലാവരും കോക്രോച്ചിനെ കണ്ടിട്ടില്ലേ? കോക്രോച്ച് അതിൻ്റെ ഹെഡ് റീജിയനിലായിട്ട് ഒരു ഫ്ലജല്ല പോലെയുള്ള, അതായത് ഒരു ബ്രിസിൽ പോലെയുള്ള അല്ലെങ്കിൽ ഒരു നൂല് പോലെയുള്ള 2 സ്ട്രക്ചേഴ്സ് കാണാം വലുതായിട്ട്. അതിനെയാണ് ആൻറ്റിന എന്ന് പറയുന്നത്. ആൻറ്റിനെ സാധാരണയായിട്ട് സെൻസറി ഓർഗനായിട്ടാണ് നമ്മൾ ഇൻസെക്റ്റിൻ്റെ കേസിൽ പറയുന്നത്. അപ്പം 1 പെയർ ഓഫ് സെൻസറി ആൻറ്റിന എല്ലാ ഇൻസെക്ട്സിൻ്റെയും ഹെഡ് റീജിയനിലുണ്ട്. അപ്പോൾ ആ ഒരു 1 പെയർ എന്ന് പറയുമ്പം 2 ഇൻ നമ്പർ ആൻറ്റിന ഉണ്ട്. ദെൻ അതിൻ്റെ ബോഡീനെ കുറിച്ച് പറയാം. ഇൻസെക്ട്സിൻ്റെ ബോഡി ആണെങ്കിൽ ഹാർഡായിട്ടുള്ള ബോഡിയാണ്. നമ്മൾ ഇപ്പം പറയുകയാണെങ്കിൽ നമ്മൾ ക്രാബൊക്കെ ഇല്ലേ, ക്രാബൊക്കെ എന്ന് പറയുന്നത് ആർത്രോപോഡയിലാണെങ്കിൽ കൂടിയും അത് വേറെ ക്ലാസ്സിലാണ് പെടുന്നത്, ക്രസ്റ്റേഷ്യ എന്ന് മറ്റുള്ള ക്ലാസ്സിലാണ് പെടുന്നത്. പക്ഷേ അതിലും എന്തുണ്ട്, ബോഡി ഭയങ്കര ഹാർഡായിരിക്കും. പക്ഷെ അത്രത്തോളം ഹാർഡ്നെസ് നമ്മുടെ ഇൻസെക്റ്റിൻ്റെ ബോഡിക്കില്ല. അതുകൊണ്ട് തന്നെ
എന്താണ് ഒരു സെമി ഹാർഡൻഡ് ആയിട്ടുള്ളൊരു ബോഡി കവറിംഗ് ആണ് ഇൻസെക്റ്റിനുള്ളത്. ദറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ. പ്രോട്ടീനാണ് കൈറ്റിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും പുറത്തുള്ള ലെയറിനെയാണ് എക്സോസ്കെൽട്ടൻ എന്ന് പറയുന്നത്. എക്സോസ്കെൽട്ടൻ എന്താണ്? ഒരു കൈറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് അതിനെ കൈറ്റ്നസ് എക്സോസ്കെൽട്ടൻ എന്നാണ് പറയുന്നത്. പിന്നെ എല്ലാ ഇൻസെക്ട്സും കാണിക്കുന്ന ഒരു പ്രോസസ്സാണ് മെറ്റമോർഫോസിസ്. മെറ്റമോർഫോസിസ് എന്ന് പറയാൻ നമുക്കറിയാം, ഫസ്റ്റ് ഒരു ഇൻസെക്റ്റ് എന്താണ്, എഗ്ഗിൽ നിന്നാണ് ഒരു ഇൻസെക്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ എഗ്ഗ്, ലാർവേ, പ്യൂപ്പെ, അഡൽട്ട്, ഈ ഒരു ഡെവലപ്മെൻ്റൽ സ്റ്റേജസ് എല്ലാ ഇൻസെക്ട്സും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ദേ അണ്ടർഗോ മെറ്റമോർഫോസിസ് എന്ന് പറയുന്നുണ്ട്. മെറ്റമോർഫോസിസ് മീൻസ് ചേഞ്ച് ഓഫ് ഫോം, അതായത് ഡെവലപ്മെൻ്റൽ ഫോംസ് ഓരോ ഫോമായിട്ട്, എഗ്ഗിൽ നിന്ന് ലാർവ ആവുന്നുണ്ട്, ലാർവയിൽ നിന്ന് അഡൽട്ട് ആവുന്നുണ്ട്, അങ്ങനെ ഓരോ ഫോമിൽ നിന്ന് മറ്റു അടുത്ത ഫോമിലേക്ക് മെച്യൂർഡ് ആവാൻ വേണ്ടിയിട്ട് അടുത്ത ഫോം, ഡെവലപ്മെൻ്റൽ സ്റ്റേജ് അല്ലെങ്കിൽ ഫോമിലേക്ക് മാറുന്നതിനെയാണ് മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡെഫിനിഷനിൽ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ദാറ്റ് ഈസ് വാട്ട് ഇസ് പെസ്റ്റ്. ഇൻസെക്റ്റിൻ്റെ കാര്യമാണ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തത്. ഇനി എന്താണ് പെസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. പെസ്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എനി ഓർഗാനിസം. പെസ്റ്റ് എന്ന് പറയുന്നത് ഇൻസെക്റ്റിൻ്റെ ബേസിലല്ല പറയുന്നത്. കോമൺലി പെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസം ആണ്, പ്ലാന്റ്, ആനിമൽ ഓർ മൈക്രോബ് ദാറ്റ് കോമ്പീറ്റ്സ് വിത്ത് ഹ്യൂമൻ ഇൻട്രസ്റ്റ് ആൻഡ് കോസ് ഡാമേജ് ഓർ എക്കണോമിക് ലോസ് ടു ക്രോപ്പ്. അതായത് ഹ്യൂമൻ ബീങ്സ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഉണ്ടാക്കുക. ഇപ്പം പ്ലാന്റ്സിലാണെങ്കിലും ആനിമൽസിലാണെങ്കിലും എന്താണ് ഇതെന്ന് പറയുന്നത് എന്താണ്, പ്ലാന്റ്സ് ആവാം, ആനിമൽസ് ആവാം, മൈക്രോബ്സ് ആവാം. പക്ഷെ അത് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഡാമേജ് ഉണ്ടാക്കുക, എക്കണോമിക് ലോസ് സൊസൈറ്റിക്ക് ഉണ്ടാക്കുക. അതായത് ഇപ്പം ക്രോപ്സ്, പാഡിയൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ്സോ ആനിമൽസോ മൈക്രോബ്സോ പോയിട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റീജിയനിൽ പാഡിയുടെ പ്രൊഡക്ഷന് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അത്രത്തോളം പാഡി എന്ത് ചെയ്യുന്നില്ല, കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് എക്കണോമിക് ലോസിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ലിവ് സ്റ്റോക്ക്, ഏതെങ്കിലും തരത്തിലുള്ള ആനിമൽസിനോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനോ ഒക്കെ ഡാമേജ് ഉണ്ടാക്കുക. അതിനെയാണ് ജനറലി നമ്മൾ പെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻസെക്ട് പെസ്റ്റ് എന്താണെന്നാ. അപ്പോൾ ഇൻസെക്ട് എപ്പോഴാണ് പെസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്? ഒരു ഇൻസെക്ട് പെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒബിയസ്ലി എന്തായിരിക്കും, ദാറ്റ് ഇസ് ഇൻസെക്ട് സ്പീഷീസ്. ഓക്കെ, അത് ഒരു കൾട്ടിവേറ്റഡ് പ്ലാന്റ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻജേർഡ് ആക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. കൾട്ടിവേറ്റഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീറ്റ് ആവാം, ഷുഗർ കെയിൻ ആവാം, അതുപോലെ തന്നെ എന്തെങ്കിലും പാഡി ആവാം, ഏതെങ്കിലും തരത്തിലുള്ള വെജിറ്റബിൾസിനോ എല്ലാ വെജിറ്റബിൾസിനും ഉണ്ടാവുന്ന, എന്തായാലും ബ്രിഞ്ചാൾ പോലെയുള്ള വെജിറ്റബിൾസ് ഉണ്ടാവുന്ന പ്ലാന്റ്സിന് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇഞ്ചുറി ഉണ്ടാക്കുക. അതേപോലെ തന്നെ ആനിമൽസിന് ഇഞ്ചുറി ഉണ്ടാക്കുക. എങ്ങനെയാണ് ഇഞ്ചുറി ഉണ്ടാക്കുന്നത്? ഈ ഇൻസെക്ട് പെസ്റ്റ് പോയിട്ട് അതിനെ ഫീഡ് ചെയ്യുക. അതിൻ്റെ സ്റ്റെമ്മിൽ പോയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബോറിങ് എന്ന് പറഞ്ഞാൽ എന്താ, കുത്തി ഇറക്കുക അതിൻ്റെ ഏതെങ്കിലും ബോഡി പാർട്സ് വെച്ചിട്ട്. എന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുക ആ ഒരു പ്ലാന്റ്സിന് അല്ലെങ്കിൽ ആനിമൽസിന്. അതിനെ കണ്ടാമിനേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, എക്കണോമിക് ലോസ് മനുഷ്യനുണ്ടാക്കുക. ഇതിനെയാണ് ഇൻസെക്ട് പെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഒരു കൃഷി നടത്തുന്നു, ഒരു പച്ചമുളകിൻ്റെ കൃഷിയോ അല്ലെങ്കിൽ തക്കാളിയുടെ കൃഷിയോ നടത്തുന്നുണ്ട്. ആ തക്കാളി കൃഷിക്ക് പോയിട്ട് ആ തക്കാളി കൃഷിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രാണി വന്നിട്ട് അതിനെ ഫുള്ള് അറ്റാക്ക് ചെയ്യുക. അതിൻ്റെ പ്ലാന്റിൽ, അതിൻ്റെ ലീഫിൽ പോയിട്ട് അതിൻ്റെ ക്ലോറോഫിൽ, പച്ച കളർ കാണുന്നില്ല, ക്ലോറോഫിൽ കണ്ടൻ്റൊക്കെ കഴിക്കുക. എന്നിട്ട് അതിനെ കംപ്ലീറ്റ്ലി അത് ഉണങ്ങിപ്പോവും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ഈൽഡും കിട്ടില്ല അതിൻ്റെ അകത്തുനിന്ന്. ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം ആ ഒരു ടൊമാറ്റോ പ്ലാന്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഏതെങ്കിലും പെസ്റ്റ് ഇൻസെക്റ്റ് വന്ന് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഇൻസെക്റ്റിനെ നമുക്ക് പെസ്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം ഓഫ് ദ റഫ്ലി 1 മില്യൺ നോൺ ഇൻസെക്ട് സ്പീഷീസ് ഉണ്ട് അറിയപ്പെടുന്നതായിട്ട്. ഓൺലി വെരി സ്മോൾ ഫ്രാക്ഷൻ ആർ എവർ ക്ലാസ്ഡ് ആസ് പെസ്റ്റ്. കുറേ സ്പീഷീസ് ഉണ്ട് ഇൻസെക്റ്റിൻ്റെ, പക്ഷെ അതിൽ വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ പെസ്റ്റിലേക്ക് അതായത് ഡാമേജ് ഉണ്ടാക്കുന്നതായിട്ടുള്ള ഇൻസെക്റ്റ് ഉള്ളൂ. ദാറ്റ് സ്റ്റാറ്റസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ക്രോപ്പ്, പ്ലേസ് ആൻഡ് സീസൺ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്ക്, എന്താണ് പെസ്റ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻസെക്റ്റ് ഒരിക്കലും
പെസ്റ്റായിട്ടല്ല അത് ബോൺ ചെയ്യുന്നത്, ജനിക്കുന്നത്. ഓക്കെ, അത് അതിന് ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഷെൽട്ടറിന് വേണ്ടിയിട്ടോ അതിന് എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും തരത്തിലുള്ള ആനിമൽസിനെയോ പ്ലാന്റ്സിനെയോ അത് ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പം അത് അത്തരത്തിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പം അതുണ്ടാക്കുന്ന ഡാമേജ്, അതിലൂടെയാണ് ആ ഇൻസെക്റ്റ് പെസ്റ്റായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ കുറേ ഫാക്ടേഴ്സ് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, പുഷ് ചെയ്യുന്നുണ്ട് ഒരു സ്പീഷീസിനെ പെസ്റ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ലാർജ് സ്കെയിൽ മോണോകൾച്ചർ. എപ്പോഴാണ് ഒരു ഇൻസെക്റ്റ് പെസ്റ്റ് കൂടുതലായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ലാർജ് സ്കെയിൽ മോണോകൾച്ചർ നടത്തുമ്പോൾ. എന്താ ഈ ലാർജ് സ്കെയിൽ മോണോകൾച്ചർ എന്ന് പറഞ്ഞാൽ? അതായത് കണ്ടിന്യൂസ് കൾട്ടിവേഷൻ ഓഫ് എ സിംഗിൾ ക്രോപ്പ് ഗിവ് പെസ്റ്റ് ആൻഡ് അബൻഡന്റ് അൺഇൻറ്ററപ്റ്റഡ് ഫുഡ് സപ്ലൈ. അതായത് ഒരു ഫീൽഡിൽ എന്താണ്, ഇപ്പം പാഡി കൃഷിയാണെങ്കിൽ പാഡി മാത്രം കൃഷി ചെയ്യുക. അപ്പം ഒബിയസ്ലി ആ ഒരു ഇൻസെക്റ്റിന് ആ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കേണ്ടതായിട്ട് വരും. അപ്പം എന്ത് സംഭവിക്കും? അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക. അപ്പം അതെന്താവും, ഇതിനെ മാത്രം കഴിച്ച് ജീവിക്കുന്നു. അപ്പം പെസ്റ്റിൻ്റെ നമ്പേഴ്സ് കൂടും. രണ്ടാമത്തത് ഫേവറബിൾ ക്ലൈമാറ്റ്. അപ്പം ആ ഒരു ഇൻസെക്റ്റിന് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലൈമാറ്റ്, എന്താണ്, അധികം ചൂടില്ല എന്നാൽ അധികം തണുപ്പുമല്ലാത്ത ഒരു കൺജൈനിയൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അതേപോലെ തന്നെ റെയിൻഫോള്. ഇതൊക്കെ റെയിൻഫോള് കൂടുതലാണെങ്കിൽ എന്താണ്, ബ്രീഡിങ്ങിനെ സർവൈവിനെ ആക്സിലറേറ്റ് ചെയ്യും. കുറവാണെങ്കിലും കൂടുതലാണെങ്കിലൊക്കെ. അപ്പോൾ ഫേവറബിൾ ക്ലൈമാറ്റ് അതൊരു ഫാക്ടറാണ്. പിന്നെ റെസിസ്റ്റൻറ്റ് ഓർ ഹൈ ഈൽഡ് വെറൈറ്റീസ്. ഒരു പുതിയ തരത്തിലുള്ള ഒരു ക്രോപ്പ്, ഇപ്പം ഏതെങ്കിലും തരത്തിലുള്ള വിള എന്താണ് ഇൻസെക്റ്റിൻ്റെ ഫീഡിങ്ങിനെ എന്ത് ചെയ്യുന്നത്, ഫേവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇൻസെക്റ്റിന് ചിലപ്പം ആ ഒരു ക്രോപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റ് ഇഷ്ടമായിരിക്കും. ആ പ്ലാന്റിനെ മാത്രം അതെന്ത് ചെയ്യുന്നുണ്ട്, അത് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക. അപ്പോൾ ആ റീജിയനിൽ പെസ്റ്റിൻ്റെ നമ്പേഴ്സ് കൂടും. ദെൻ ദാറ്റ് ഈസ് പോപ്പുലേഷൻ. ദെൻ ലോസ് ഓഫ് നാച്ചുറൽ എനിമീസ്. അതായത് ചില പെസ്റ്റിനെ കഴിച്ച് ജീവിക്കുന്ന ആനിമൽസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ബേർഡ്സ്. ഇതൊക്കെയാണ് നാച്ചുറൽ അനിമീസ് എന്നറിയപ്പെടുന്നത്. അത്തരത്തിലുള്ള നാച്ചുറൽ എനിമീസ് ആ ഏരിയാസിൽ കുറയും. കാരണം എന്താ, പ്രിഡേറ്റ്, അതിനെ കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പം നാച്ചുറൽ എനിമീസിനെ. അതേപോലെ തന്നെ പാരസൈറ്റോയിഡ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ എന്താണ് ചില പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്ന കാരണം ഇത്തരത്തിലുള്ള നാച്ചുറൽ എനിമീസ് ഒക്കെ അവിടെ ആ റീജിയനിൽ കുറയും. ദെൻ ഇൻട്രഡക്ഷൻ ടു എ ന്യൂ ഏരിയ. സ്പീഷീസ് മൂവ് ഔട്ട്സൈഡ് ദർ നേറ്റീവ് റേഞ്ച് ഓഫൻ ലാക്ക് നാച്ചുറൽ ചെക്സ്. ഓക്കെ, ദെൻ പുറത്തുള്ള ഒരു, അതായത് അതിന് ആപ്റ്റായിട്ടുള്ള ഒരു റീജിയനിലല്ലാതെ വേറെ പുറത്തുനിന്ന് ഒരു പ്ലാന്റിനെ കൊണ്ടുവന്നിട്ട് അതിൽ നമ്മളവിടെ എന്താ കൃഷി ചെയ്യുക. അത് എന്ത് ചെയ്യുന്നുണ്ട്, പെസ്റ്റിൻ്റെ സ്റ്റാറ്റസ് കൂട്ടും. ദെൻ ഇൻഡിസ്ക്രിമിനേറ്റ് പെസ്റ്റിസൈഡ് യൂസ്. അതായത് നാച്ചുറൽ എനിമീസിനെ കില്ല് ചെയ്യാൻ തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് യൂസ് കൂടുതലാവുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ചില മൈനർ പെസ്റ്റുകളും അതിനെ കില്ല് ചെയ്യുമെങ്കിലും ഇത്തരത്തിലുള്ള നാച്ചുറൽ എനിമീസിനെയും കൂടിയും അത് എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് പെസ്റ്റിൻ്റെ നമ്പേഴ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ കൂടും. ഓക്കെ, ഇതാണ് ഫാക്ടേഴ്സ്, പെസ്റ്റ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ, ഫാക്ടേഴ്സ്. നെക്സ്റ്റ് പറയാനുള്ളത് ക്ലാസിഫിക്കേഷനിലാണ്. 1.2 എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസെക്ട് പെസ്റ്റ്. പല 5 ബേസിസിൽ നമുക്ക് ഈ ഇൻസെക്ട് പെസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, സുവോളജിക്കൽ പൊസിഷൻ, അതായത് ഏത് ഫാമിലിയാണ്, ഏത് ഓർഡറിലാണ് എന്ന് വെച്ചിട്ട്. പിന്നെ അത് ഫീഡ് ചെയ്യുന്ന ഹാബിറ്ററ്റ്. ചിലത് ചൂ ചെയ്യുമായിരിക്കും, ചിലത് സക്ക് ചെയ്യുമായിരിക്കും, ചിലത് ബോർ ചെയ്യുമായിരിക്കും സ്റ്റെമ്മിൻ്റെ മുകളിൽ, ചിലത് റാസ്പ് ചെയ്യും, കട്ട് ചെയ്ത് കഴിക്കും. ആ ഒരു ഫീഡിങ് ഹാബിറ്ററ്റ് വെച്ച് നമുക്ക് ഇൻസെക്ട് പെസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് ഹോസ്റ്റ് റേഞ്ച്. അതിന് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഹോസ്റ്റിൻ്റെ വെറൈറ്റി. ഹോസ്റ്റ് മോണോ ആണോ, ഒലിഗോ ആണോ, പോളി ആണോ, അതായത് അത്തരത്തിലുള്ളത് വെച്ചിട്ട് ഹോസ്റ്റിൻ്റെ റേഞ്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മോണോഫാഗസ്, ഒളിഗോഫാഗസ്, പോളിഫാഗസ്, അങ്ങനെ. ദെൻ അതായത് ഒരു ഹോസ്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ മോണോഫാഗസ്. രണ്ടെണ്ണാണെങ്കിൽ ഒലിഗോ, രണ്ടിൽ കൂടുതലാണെങ്കിൽ പോളിഫാഗസ് ഇൻസെക്ട് പെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ദെൻ എക്സ്റ്റെൻറ്റ് ഓഫ് ഡാമേജ്. അത് എത്രത്തോളം ഡാമേജ് ഹോസ്റ്റ് പ്ലാന്റിന് ഉണ്ടാക്കുന്നതെന്ന് അത് വെച്ചിട്ട് നമുക്ക് ഇൻസെക്ട് പെസ്റ്റിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. കീ പെസ്റ്റ്, മേജർ പെസ്റ്റ്, മൈനർ പെസ്റ്റ്, തന്നെ ഒക്കേഷണൽ പെസ്റ്റ്. ദെൻ ഹാബിറ്ററ്റ്. ആ പെസ്റ്റ് എവിടെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത്.
ഫീൽഡ്, സ്റ്റോറേജ്, ഹൗസ് ഹോൾഡ് ആൻഡ് വെറ്റിനറി, അങ്ങനെ നമുക്കും ഇൻസെക്ട് പെസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം ബേസ്ഡ് ഓൺ സുവോളജിക്കൽ അല്ലെങ്കിൽ ടാക്സോണമിക് പൊസിഷൻ വെച്ചിട്ട്. അതായത് ടാക്സോണമിക് സുവോളജി ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസെക്റ്റ അല്ലെങ്കിൽ ഇൻസെക്റ്റൈനെ നമുക്ക് വീണ്ടും ഇത്രയും ഓർഡറുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഓർഡേഴ്സാണ് കോളിയോപ്റ്റീറ, ലെപ്പിഡോപ്റ്റീറ, ഹെമിപ്റ്റീറ, ഓർത്തോപ്റ്റീറ, ഡിപ്റ്റീറ, ഹൈമനോപ്റ്റീറ, ഐസോപ്റ്റീറ, തൈസനോപ്റ്റീറ. ഇങ്ങനെ നമുക്ക് 8 ഓർഡറുകളുണ്ട് ക്ലാസ് ഇൻസെക്റ്റയിൽ. അതിൽ കോളിയോപ്റ്റീറ എന്ന് പറയുന്നത് അതിൽ മെയിനായിട്ട് പെടുന്ന ഇൻസെക്റ്റ് എന്ന് പറയുന്നത് ബീറ്റിൽസും വീബിൾസും, വണ്ടുകളില്ലേ, അതൊക്കെയാണ് പെടുന്നത്. അത് റെഡ് ഫ്ലോർ ബീറ്റിൽസ്. ബീറ്റിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ അരിമാവിൽ, ഗോതമ്പ് പൊടിയിലൊക്കെ കാണുന്നില്ലേ ചെറിയ ചെറിയ ഇൻസെക്റ്റ്, അതിനെയാണ് ബീറ്റിൽസ് എന്ന് പറയുന്നത്. പിന്നെ വീബിൾസ്, വണ്ടുകൾ, ബീറ്റിൽസും വീബിൾസും. ദെൻ ലെപ്പിഡോപ്റ്റീറ ഓർഡർ, മോത്ത്, നിശാശലഭം എന്ന് പറയുന്നില്ലേ, അതേപോലെ ബട്ടർഫ്ലൈസ്, പൂമ്പാറ്റ, ഇതൊക്കെ ആണെന്ത് ലെപ്പിഡോപ്റ്റീറ. അതിൽ എക്സാമ്പിൾ ഡയമണ്ട് ബാക്ക് മോത്ത്, ഹെലിക്കോവേർപ്പ്, ഇതൊക്കെ ചെറിയ ചെറിയ എക്സാമ്പിൾസ് ആണ്. ദെൻ ഹെമിപ്റ്റീറയിൽ പെടുന്നത് ട്രൂ ബഗ്സും എഫിഡ്സും ആണ് വരുന്നത്. കോട്ടൺ എഫിഡ്സ്, മേ ബഗ്, ഇതൊക്കെയാണ്. ദെൻ ഓർത്തോപ്റ്റീറയിൽ കാണുന്നത് ഗ്രാസ് ഹോപ്പർ, ലോക്കസ്റ്റ് ഒക്കെയാണ്. അത് പല ടൈപ്പ് ഉണ്ട്. ഡിസേർട്ട് ലോക്കസ്റ്റ് ഉണ്ട്, ഫീൽഡ് ക്രിക്കറ്റ് ഉണ്ട്. ദെൻ ഡിപ്റ്റീറയിൽ കാണുന്നത് നമ്മുടെ ഫ്ലൈസ് ആണ്. അതുപോലെ മാഗോട്സ്, ലാർവകൾ, ഫ്രൂട്ട് ഫ്ലൈ, ഗോൾ മിഡ്ജ് ഒക്കെ. ദെൻ ഹൈമനോപ്റ്ററയിൽ വാസ്പും ഹണി ബീസ്, സോ ഫ്ലൈസ് ഒക്കെ. ദെൻ ഐസോപ്റ്റീറയിൽ നമ്മളെ ടെർമൈറ്റ്സ്, ഡ്രാഗൺ ഫ്ലൈ ഒക്കെയാണ് ഐസോപ്റ്റീറയിൽ കാണുന്നത്. ദെൻ തൈസനോപ്റ്റീറയിൽ ത്രിപ്സ്, ഒനിയൻ ത്രിപ്സ്, ചില്ലി ത്രിപ്സ് ഒക്കെയാണ് കാണുന്നത്. നെക്സ്റ്റ് നമുക്ക് ബേസ്ഡ് ഓൺ ഫീഡിങ് ഹാബിറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസെക്ട്സിന് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ചൂയിങ് ഓർ ബൈറ്റിംഗ് ഇൻസെക്റ്റ്, ബൈറ്റ് ഓഫ് ആൻഡ് കൺസ്യൂം പ്ലാന്റ്, അതായത് പ്ലാന്റിനെ എന്ത് ചെയ്യുക, കടിക്കുക, അതിലുള്ള പ്ലാന്റ് ടിഷ്യൂസിനെ കൺസ്യൂം ചെയ്യുക, എന്തെങ്കിലും തരത്തിലുള്ള ഹോൾസ് ഉണ്ടാക്കുക, നോച്ചസ് ഉണ്ടാക്കുക, എന്നിട്ട് അത് ആ ഇലകൾ എന്ത് ചെയ്യുക, കൊഴിഞ്ഞു പോവുക. അത്തരത്തിലുള്ള ഇൻസെക്റ്റിനെയാണ് ചൂയിങ് അല്ലെങ്കിൽ ബൈറ്റിംഗ് ഇൻസെക്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കാറ്റർപില്ലർ, നമ്മളെ ഇതില്ലേ ബട്ടർഫ്ലൈയുടെ ലാർവയാണ് കാറ്റർപില്ലേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കാറ്റർപില്ലർ വന്നു കഴിഞ്ഞാൽ ആ പ്ലാന്റ്, ഇപ്പം പൂവുകളൊക്കെ ഉണ്ടാവുന്ന ചെടികളുടെ ഇലകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇലകളൊക്കെ നിങ്ങൾ ചെറിയ എന്താണ് നശിപ്പിച്ചിട്ടുണ്ടാവും. ഗ്രാസ് ഹോപ്പർ, ബീറ്റിൽ ഗ്രബ്സ് ഒക്കെയാണ് എക്സാമ്പിൾ. ദെൻ സാപ്പ് സെക്കിങ് ഇൻസെക്റ്റ്, അതായത് നമ്മൾ പ്ലാന്റ് ജ്യൂസുകൾ ഫീഡ് ചെയ്യുക, പിയേഴ്സ് ചെയ്യുക, അതിൻ്റെ മൗത്ത് പാർട്സ് വെച്ചിട്ട് അതിൻ്റെ ബോഡിയിലേക്ക്, പ്ലാന്റിൻ്റെ ബോഡിയിലേക്ക് കുത്തി ഇറക്കിയിട്ട് ഒരു നീഡിൽ പോലെയുള്ള മൗത്ത് പാർട്സ് യൂസ് ചെയ്തിട്ടാണ്, എന്നിട്ട് അതിലുള്ള പ്ലാന്റ് സാപ്പ് സക്ക് ചെയ്യുക, ജ്യൂസ് കുടിക്കുന്ന പോലെ കോസി. അപ്പം എന്താവും, ആ ഭാഗം കേൾ ചെയ്യും, ചുരുണ്ടു പോവും, യെല്ലോയിഷ് കളറായി മാറും. കാരണം എന്താ, അതിൻ്റെ ക്ലോറോഫിൽ കണ്ടന്റ് എല്ലാം ഇത് ഫീഡ് ചെയ്തിട്ടുണ്ടാവും. എക്സാമ്പിൾ അഫിഡ്സ്, ജാസിഡ്സ്, വൈറ്റ് ഫ്ലൈസ്, മീലി ബഗ്സ് ഒക്കെയാണ്. ദെൻ മൂന്നാമത്തത് ബോറിംഗ് ഇൻസെക്റ്റ്. ബോറിംഗ് ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, ബോർ ചെയ്യുക, കുത്തുക, എന്നിട്ട് ഒരു ടണൽ പോലെ ഉണ്ടാക്കുക, ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കിയിട്ട് സ്റ്റെമ്മിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഫ്രൂട്ടിൻ്റെ ഉള്ളിലോ സീഡിൻ്റെ ഉള്ളിലോ, അല്ലെങ്കിൽ വുഡ്, മരമൊക്കെയാണ് വുഡിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ, വാട്ടർ ഒക്കെ എന്ത് ചെയ്യുക, അത് ഫീഡ് ചെയ്യുക, എന്നിട്ട് അതിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുക. സ്റ്റെം ബോറർ, ഫുഡ് ബ്രോറർ, അതേപോലെ തന്നെ ബാർക്ക് ബീറ്റിലൊക്കെയാണ് എക്സാമ്പിൾ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, റാസ്പിംഗ് ആൻഡ് സക്കിങ് ഇൻസെക്റ്റ്. സ്ക്രാപ്പ് ചെയ്യുക, ഇലകളോ അല്ലെങ്കിൽ സ്റ്റെമ്മോ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, എന്നിട്ട് എന്ത് ചെയ്യുക, ലീഫ് സർഫസ് റാസ്പ് ചെയ്യുക, അങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് കഴിക്കുക. എന്നിട്ട് അതിങ്ങനെ അങ്ങനെ ഉരച്ച് കഴിക്കുമ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്ലാന്റ് ജ്യൂസ് വരുമ്പോൾ അതിനെ സക്ക് ചെയ്യുക, ഊസ് ചെയ്യുക. ട്രിപ്സ്, ഇല വെട്ടുന്ന ജീവികളിലെ ട്രിപ്സ്, പച്ച കളറുള്ള, അതൊക്കെയാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ബേസ്ഡ് ഓൺ ഫീഡിങ് ഹാബിറ്റ്സിൻ്റെ ആൻഡ് സെക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ബേസ്ഡ് ഓൺ ഹോസ്റ്റ് റേഞ്ച്, അതായത് ഒരു സിംഗിൾ ഹോസ്റ്റിനെ പ്ലാന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന അതിനെയാണ് മോണോഫാഗസ് സ്പീഷീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഷുഗർ കെയിൻ, വൂളി അഫിഡ്സ്, ഷുഗർ കെയിൻ മാത്രമേ അത് കഴിക്കുള്ളൂ. ദെൻ ഒലിഗോഫാഗസ് എന്ന് പറഞ്ഞാൽ കുറച്ച് റിലേറ്റഡ് പ്ലാന്റ്സിനെ ഫീഡ് ചെയ്ത് ഒരു ഒരു ഫാമിലിയിൽപ്പെട്ട എന്താണ് പ്ലാന്റ്സിനൊക്കെ. അപ്പം ഡയമണ്ട് ബാക്ക് മോത്ത്, ക്രൂസിഫേഴ്സ് ആണ് എക്സാമ്പിൾ. പോളിഫാഗസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഹോസ്റ്റ് പ്ലാന്റ്സിനെ സെലക്ട് ചെയ്തിട്ട് അൺറിലേറ്റഡ് ആയിട്ടുള്ളതിനെ ഹോസ്റ്റ് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക. ഹെലിക്കോവർപ്പ, ആർമിജറ എന്ന് പറഞ്ഞൊരു ബട്ടർഫ്ലൈ ആണ്. അതുപോലെ തന്നെ ലോക്കസ്റ്റ്. ഇതാണ് ബേസ്ഡ് ഓൺ ഹോസ്റ്റ് റേഞ്ച്. നെക്സ്റ്റ് അടുത്തത് ബേസ്ഡ് ഓൺ എക്സ്റ്റെൻഡ് ഓഫ് ഡാമേജ്.
ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.